ദേശീയ വാർത്തയിലേക്ക് പോകുമ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. കാരണം ഇന്ന് CPIMന്റെ നേതൃസംഘം ജമ്മു കശ്മീരിലേക്ക് പോവുകയാണ്. അതിർത്തി മേഖലകൾ സന്ദർശിക്കും. ഒപ്പം തന്നെ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി ചർച്ച നടത്തും. ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യം മനസ്സിലാക്കാനായി കശ്മീരിലേക്ക് പോകുന്നത്. ഈ സംഘത്തിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉണ്ട്, ഒപ്പം തന്നെ K രാധാകൃഷ്ണൻ MP ഉണ്ട്, A റഹീം ഉണ്ട്, അമറാറാം സു വെങ്കടേശൻ, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അതിൽ പങ്കുചേർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സിബി നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. നോക്കാം എന്താണ് ഈ സംഘത്തിന്റെ സന്ദർശന ഉദ്ദേശം, ഈ സംഘത്തിന്റെ സന്ദർശന നടപടികൾ എങ്ങനെയാണെന്ന് നോക്കാം. സിബി, ഗുഡ് മോർണിംഗ്. CPIM പ്രതിനിധി സംഘം ഇന്ന് ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറയുന്നത്. ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. പ്രധാനമായും പഹൽഗാം സംഭവം, ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷമുള്ള അതിർത്തിയിലെ സാഹചര്യവും ജനജീവിതവും ഒക്കെ മനസ്സിലാക്കുകയാണോ ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം? മനു, തീർച്ചയായും അതുതന്നെയാണ് ലക്ഷ്യം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ദൂറിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് CPM പ്രതിനിധി സംഘം ഇന്നിപ്പോൾ രാവിലെ 8:30 ജമ്മു കാശ്മീരിലേക്ക് തിരിച്ചിരിക്കുന്നത്. 10 മണിയോടെ അവിടെ എത്തുകയും ചെയ്യും. കഴിഞ്ഞ മാസം 10-11 തീയതികളായിരുന്നു തീരുമാനിച്ചതെങ്കിലും പിന്നീടാണ് ഇന്ത്യ പാക് ഏറ്റുമുട്ടൽ രൂക്ഷമാവുകയും പിന്നീട് ആ ഒരു യാത്ര മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 8:30 ദില്ലി വിമാനത്താവളത്തിൽ നിന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടുന്ന 6 സംഘം ഇപ്പോൾ അങ്ങോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ജനറൽ സെക്രട്ടറി MA ബേബി, അതുകൂടാതെ അതോടൊപ്പം തന്നെ മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗമായ അമറാറാം, K രാധാകൃഷ്ണൻ MP, അതോടൊപ്പം തന്നെ മറ്റ് MPമാരായ ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യ, സു വെങ്കടേശൻ, A റഹീം എന്നിവരാണ് ഈ ഒരു പ്രതിനിധി സംഘത്തിലുള്ളത്. എന്തായാലും അവിടെ എത്തുന്ന പ്രതിനിധി സംഘം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി ചർച്ചകൾ നടത്തും. അതുകൂടാതെ അവിടെ ഗവർണറെയും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെല്ലാം തന്നെ നേരിൽ കാണുകയും ചെയ്യും. അതുകൂടാതെ നാളെ ശ്രീനഗറിൽ ടാഗോർ നഗറിൽ എല്ലാം തന്നെ ഒരു CPMന്റെ യോഗമടക്കം വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു അവിടെ ആ ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുതിര സവാരിക്കാരൻ ആദിലിൻ്റെ വീട് സന്ദർശിക്കുകയും ചെയ്യും. അങ്ങനെ ആ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള കാശ്മീരിൻ്റെ സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കുന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് CPM പ്രതിനിധി സംഘം ഇന്നിപ്പോൾ ജമ്മു കാശ്മീരിൽ തിരിക്കുക. ഇന്നും നാളെയുമായി 2 ദിവസം ഈ ഒരു CPM സംഘം അവിടെ ഉണ്ടാകും. നാളെ വൈകിട്ട് 7 മണിയോടെയാണ് ദില്ലിയിലേക്ക് തിരിക്കുക. എന്തായാലും ഈ ഒരു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം CPM CC യോഗത്തിൻ്റെ തീരുമാനങ്ങളിൽ പ്രധാനമായും MA ബേബി വിശദീകരിച്ചത് ഈ പഹൽഗാം ഭീകരാക്രമണത്തെയും അതോടൊപ്പം തന്നെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിനെയും ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ഉപയോഗിച്ചെന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉയർത്തിയിരുന്നു. മാത്രമല്ല ഇതിനുശേഷം ഇതെല്ലാം തന്നെ ഒരു വർഗീയ സംഘർഷമാക്കാനുള്ള ഒരു ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്നും ഈ ഒരു ആക്രമണ സമയത്തുണ്ടായി. പക്ഷേ അതെല്ലാം തന്നെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നേടുകയും ചെയ്തു. പക്ഷേ BJP സർക്കാർ ഇതിനെ തികച്ചും രാഷ്ട്രീയമായി കണ്ടുവെന്നും ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രത്യേകമായ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം, ഇതിൽ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് കൃത്യമായി വിശദീകരിക്കണമെന്നെല്ലാം തന്നെയും പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു. CPM പോളിറ്റ് ബ്യൂറോ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു. MA ബേബി കത്തയച്ചിരുന്നു. അങ്ങനെ നിരവധി ആവശ്യങ്ങളുമായി യുദ്ധത്തിൽ പ്രത്യേകമായ പാർലമെന്റ് സമ്മേളനം വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇന്ത്യ സഖ്യം ഉൾപ്പെടെ ഒരുമിച്ച് MPമാർ കത്തയച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും പ്രത്യേകമായ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇപ്പോഴും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. മാത്രമല്ല ഇനി വരാൻ പോകുന്ന മൺസൂൺ സമ്മേളനത്തിൻ്റെ തീയതിയെല്ലാം തന്നെ പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ഒരു പ്രത്യേകമായ പാർലമെന്റ് സമ്മേളനം ഉണ്ടാകില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇതിലെല്ലാം തന്നെ ഈ ഒരു നടപടി ശക്തമായി അപലപിച്ചിരുന്നു. കാരണം ഈ ഒരു എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ, അതിൻ്റെ എല്ലാ നടപടികളും വിശദീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയാണ്. പക്ഷേ ആ കാര്യത്തിലെല്ലാം നിലയും വലിയ വീഴ്ച സംഭവിച്ചെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചു 2 തവണ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തെങ്കിലും ആ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തില്ല. അതിന് പകരം NDA മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. അങ്ങനെ സംസ്ഥാനങ്ങളിൽ BJPയുടെ ഒരു മുഖ്യമന്ത്രിയായി മാത്രം പ്രധാനമന്ത്രിയായി മാത്രം നരേന്ദ്രമോദി മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ നിരവധി രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇതിന് ശേഷവും ഉണ്ടായി. ഇതെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടുകയും ഈ ഒരു ഭീകരാക്രമണത്തിനെതിരെ ഒറ്റക്കെട്ടായി ചെറുത്തു നിൽക്കുന്നതിൻ്റെ ഭാഗമായി ശക്തമായ ക്യാമ്പയിൻ CPM സംഘടിപ്പിക്കുമെന്നും ഈ CC യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിരുന്നു. ഈ മാസം ഒരാഴ്ചയോളം നീളുന്ന ശക്തമായ ക്യാമ്പയിൻ, അതും കൃത്യമായി ഭീകരതയ്ക്കെതിരായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും CPM അറിയിച്ചിരുന്നു. എന്തായാലും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ കാശ്മീരിൽ നേരിട്ടെത്തി അവിടെ സ്ഥിതി മനസ്സിലാക്കുക, അവിടെയുള്ള ജനങ്ങളുമായി നേരിട്ട് സംസാരിക്കുക, അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രമുഖന്മാരുമായി സംസാരിക്കുക, പൗരപ്രമുഖന്മാരുമായി സംസാരിക്കുക. അങ്ങനെ അവിടുത്തെ ഒരു അവസ്ഥ, രാഷ്ട്രീയമായ അവസ്ഥയും ജനജീവിതം അതിനെ നേരിട്ട് കണ്ട് വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ്
CPM ജനറൽ സെക്രട്ടറി MA വേണു നേതൃത്വത്തിലുള്ള സംഘം ഇന്നിപ്പോൾ കശ്മീരിൽ തിരിച്ചിരിക്കുന്നത്. 2 ദിവസമായി ഈ സംഘം അവിടെ ഉണ്ടാകും. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അദ്ദേഹത്തിന് പ്രത്യേക പാർലമെന്റിൽ മറ്റൊരു സെഷൻ ഉള്ളതിനാൽ അദ്ദേഹം ഇന്ന് യാത്ര തിരിച്ചിട്ടില്ല. നാളെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രീനഗർ നഗരം നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം പോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നിപ്പോൾ അദ്ദേഹം പുറപ്പെട്ടിട്ടില്ല. മറ്റ് 6 അംഗ സംഘമാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ നിന്നും കശ്മീരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. 10 മണിയോടെ ശ്രീനഗറിൽ എത്തുകയും ചെയ്യും. മനു, ശരി, 10 മണിയോടുകൂടി CPIM പ്രതിനിധി സംഘം ജമ്മു കാശ്മീരിലെത്തും. വിവരങ്ങളാണ് CP നൽകിയത്. അവിടെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കും. അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിലയിരുത്തും. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തും. ആ രീതിയിലാണ് CPIM പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് CP നമുക്ക് ദില്ലിയിൽ നിന്ന് നൽകിയത്.